രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകം പരീക്ഷയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിലുപരി ദേശീയ തലത്തിലുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷ തന്നെ ഇല്ലാതാക്കണമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് ടി.വി.കെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അധികാരത്തിലെത്തിയാൽ നീറ്റ് റദ്ദാക്കുമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിച്ചവരാണ് പ്രതിപക്ഷമെന്ന് DMKയുടെ പേരെടുത്ത് പറയാതെ ടി.വി.കെ രൂക്ഷമായി വിമർശിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം ലഭിക്കണമെന്ന് ടി.വി.കെ നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതിനായി വിദ്യാഭ്യാസ മേഖലയെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണം. നിലവിൽ ഇതിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതുവരെ ഇടക്കാല നടപടിയായി ഒരു സ്പെഷ്യൽ കൺകറന്റ് ലിസ്റ്റ് രൂപീകരിച്ച് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഈ ആവശ്യം നേരത്തെ തന്നെ ശക്തമായി ഉന്നയിച്ചിട്ടുള്ളതാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാന പ്രതിപക്ഷമായ DMKയെ ലക്ഷ്യമിട്ടുള്ള കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും ടി.വി.കെ പ്രസ്താവനയിലുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ നീറ്റ് റദ്ദാക്കുമെന്ന വ്യാജ വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനാപരമായ രാഷ്ട്രീയം തങ്ങൾ പയറ്റിയിട്ടില്ലെന്ന് ടി.വി.കെ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ ആശയങ്ങൾക്കും പോരാട്ടങ്ങൾക്കും മേൽ സ്വന്തം ലേബൽ പതിപ്പിക്കുന്നവർ ടി.വി.കെയെ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്ന കർശന മുന്നറിയിപ്പും പാർട്ടി നൽകുന്നുണ്ട്. നീറ്റിനെതിരെ ശക്തമായ നിലപാടെടുത്ത റാപ്പ് ഗായകൻ തെരുക്കുരൽ അറിവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിലെ രാഷ്ട്രീയ പോരിന് ആധാരം. തമിഴ്നാട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീറ്റ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച അറിവിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തങ്ങളുടെ നീറ്റ് വിരുദ്ധ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ടി.വി.കെ പ്രസ്താവന പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.